മൂർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗ പോലീസ് സ്റ്റേഷനാണ് ഇത്. അപ്പം നമ്മുടെ ആകാശ് പോലീസ് സ്റ്റേഷനകത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയതാണ്. ഇപ്പോൾ രാത്രി 12 മണിയായപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു 10 മണിയായപ്പോൾ കിടന്നു. അപ്പം മുത്തായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, മുത്തുനെയോടായിരുന്നു. ഞങ്ങൾ കാരവനല്ലേ? കാരവനിൽ ആകാശും സച്ചും രാജേഷും കൂടെ വണ്ടിയിൽ നമ്മൾ 66-ൽ മുന്നേ പോയായിരുന്നു. അപ്പുറം കുറച്ച് ദൂരം, ഒരു 2 കിലോമീറ്റർ അപ്പുറം. അത്ര മുന്നിലല്ല, അവർ തുറയിലും ഞങ്ങൾ മുന്നിലും. നിങ്ങൾ മുന്നിലായിരുന്നു? ഞങ്ങൾ മുന്നിലായിരുന്നു. അപ്പോൾ എന്നെ ഒരു 12 മണിയായപ്പോൾ വന്നേച്ച് പറഞ്ഞത് അവിടെ ഒരു ബൈക്കാരൻ അവിടെ ഉരുണ്ട് വീണു, അപ്പോൾ നമ്മുടെ വണ്ടി തട്ടിയാന്ന് പറഞ്ഞിട്ട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബ്ലോക്കിൽ കിടക്കുക. അവിടെ ഒരിടത്തുനിന്ന് പിന്നെ യൂ ടേൺ എടുക്കായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ യൂ ടേൺ എടുത്ത് ഇങ്ങോട്ട് വന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്ലോക്കായിട്ട് ഒറ്റ ലൈനേ വണ്ടി പോകുന്നുള്ളായിരുന്നു അല്ലേ, ഒരു ലൈനേ വണ്ടി പോകുന്നുള്ളൂ. ഒരു ബൈക്കാരൻ ഇടത് സൈഡിൽ കൂടെ കയറി വന്നാൽ നമ്മുടെ ബാഗിലെ ടയറിൻ്റെ ആ ഭാഗത്ത് വന്നപ്പോഴത്തേനും പുള്ളി എങ്ങനെ വീണു. ആളെ എടുത്ത് അന്നേരം ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ വണ്ടി അന്നേരം പോലീസുകാർ വന്നു, സ്റ്റേഷനിലേക്ക് ഇട്ടോ, സേഫ്റ്റി അതായത് അവിടെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേഷനിലേക്ക് ഇട്ടേക്കുക. അപ്പോൾ ഈ സംഭവം ഇതുവരെ ആൾക്കാരൊന്നും വന്നില്ല. മെഡിക്കൽ കോളേജിലെങ്ങാണ്ട് കൊണ്ടുപോയേക്കുക. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ചെറിയ എന്തോ പരിയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പോലീസുകാർക്കും ഇപ്പോൾ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾ വീട്ടിൽ പോയോ, പിന്നെ പുള്ളി കുറച്ചുകൂടെ കഴിഞ്ഞേ വരുള്ളൂ, അന്നേരത്തേനും പറയാമെന്ന് പറഞ്ഞു. അപ്പം ആകാശിനെ അന്നേരം തന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനകത്ത് ഇരുത്തിയേക്കുക, വെളിവിടത്തില്ല. അപ്പം ഇനിയിപ്പോൾ കേസിൻ്റെ കാര്യമൊക്കെ എന്താണെന്ന് അറിയണം. അപ്പം വലിയ കുഴപ്പമില്ല, ചെറിയ പരിക്ക ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ പിന്നെ തിരിച്ച് വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് ആകാശ് ബ്രോയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇന്നലെ രാത്രി മഴയൊന്നുമില്ലായിരുന്നു, പക്ഷെ രാവിലെ തുടങ്ങിയ പെരുമഴയാണ്. ഉറങ്ങിയൊന്നും ഇല്ലല്ലേ? പുത്തേ ട്രാവലിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പെട്രോൾ അടിച്ചോണ്ട് വരാം. രാവിലെ ജനറേറ്റർ ഓഫായി പോയായിരുന്നു അല്ലേ, അറിഞ്ഞായിരുന്നോ? രാവിലെ അല്ലേ, 8-9 മണി ആയപ്പോഴാണ് ഓഫായത്. അപ്പം അപ്പുറം ഒരു പമ്പുണ്ട്, പോയി പെട്രോൾ അടിച്ചോണ്ട് വരാം. എന്നിട്ട് നമുക്ക് കുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. ചലോ. ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലേ നമ്മുടെ യാത്രയിൽ. നമ്മൾ ഇന്നലെ ഓർത്തു, ഇന്ന് നമ്മള് ബംഗാളൊക്കെ ഓടിത്തരുന്ന മേഘാലയ ചെല്ലാൻ. ബംഗാൾ തീർന്ന ബോർഡറിലെങ്കിൽ ആസാമിൽ കയറാൻ പറ്റുമായിരുന്നു സുഖമായിട്ട്. രാത്രിയിൽ ലോഡ് ഇറക്കുന്നിടത്ത് എല്ലാന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെട്രോളും ഇല്ലേ അവിടെ? ഒന്നും ഇല്ല. ഓ, എന്നാ ഇനിയിപ്പം ചോദിച്ചിട്ട് വരാവേ, വേറെ എവിടെ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം. ഇവിടെ ഒരു 5 കിലോമീറ്ററൂടെ മുന്നോട്ട് പോയാലൊരു പമ്പുണ്ടെന്ന്. ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അതേതാ കുപ്പിയാക്കി കയറിയതാ. അപ്പൊ നമുക്ക് വണ്ടിക്കകത്ത് കുറച്ച് വെള്ളവും നിറയ്ക്കണം, പെട്രോളും അടിക്കണം. അപ്പൊ നമുക്ക് പോയി പെട്രോളും അടിച്ച് വെള്ളമൊക്കെ നിറച്ച്, പിന്നെ എല്ലാരും കുളിച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ അവരും ഇന്നലെ അവനാണെങ്കിൽ അവിടെ സ്റ്റേഷനിൽ ഇരിക്കല്ലായിരുന്നു, ഉറങ്ങിയിട്ട് ഒന്നുമില്ല ആകാശേ. അപ്പൊ കുറച്ച് വെള്ളം എല്ലാം ടാങ്കെല്ലാം നിറയ്ക്കാം. ഞാൻ പിന്നെ ഫോൺ വിളിച്ചോണ്ടൊക്കെ ഓടിച്ചാലും ഫൈനൊന്നും അടപ്പിക്കാനില്ലല്ലോ. ഇതിനങ്ങനെ ഫൈൻ അടിക്കും. വണ്ടിക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലല്ലോ, നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ എങ്ങനെ ഓൺലൈൻ ഫൈൻ വരുന്നേ? വണ്ടി നമ്പർ വെച്ചിട്ടല്ലേ, ഓണറുടെ പേരൊക്കെ വെച്ചിട്ട്. ഇതൊന്നും ഇല്ല. അവർ ചുമ്മാ 4 വീല് കൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കിയേ ഉള്ളൂ, അത് ഓടിച്ചോണ്ട് നടക്കും. ഇതിപ്പോ 50 തപ്പിപ്പോയി ഉള്ള ഡീസലും കൂടെ തരുമോ? ഇവിടെ നിന്ന് ഒതുക്കിക്കുക. അവിടെ ഡീസൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്, ഇല്ല ഇപ്പോൾ യൂ ടേൺ എടുത്ത് വരുമ്പോൾ ഇല്ലെങ്കിലേ ഇവിടെ ഒതുക്കിക്കുക. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇപ്പോൾ തിരിച്ചു വരാം, യൂ ടേൺ എടുത്ത് വരാം. അതല്ലേ, അവിടെ ഡീസൽ അടിക്കുന്നുണ്ട്. ഇവിടെ പ്രീമിയം പെട്രോൾ മാത്രമേ ഉള്ളൂ, ബാക്കി പെട്രോളെല്ലാം തീർന്നാണ് പറഞ്ഞത്. ഡീസലും അതുപോലെ തന്നെ ഉള്ളൂ. പ്രീമിയം പെട്രോളിന് സാധാ പെട്രോളിനെക്കാട്ടി, സാധാ പെട്രോളിന് 106 രൂപയും പ്രീമിയത്തിന് 116 രൂപയും. 10 രൂപയുടെ വ്യത്യാസം. 10 രൂപയുടെ വ്യത്യാസം. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം നമുക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് പെട്രോളൊക്കെ ഫുൾ ചെയ്തു. ഇപ്പോഴേ ഇവിടുന്ന് ഇച്ചിരി വെള്ളം കൂടെ നിറച്ചോണ്ട് പോയേക്കാം. നല്ല വെള്ളമാണെന്ന് തോന്നുന്നല്ലേ? നല്ല വെള്ളമാണ്, കണ്ണുനീര് പോലത്തെ വെള്ളം. ഇപ്പം സച്ചുവും രാജേഷും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അപ്പം നമുക്ക് പോയി എന്നാൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാം. ആരും ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം ചേട്ടായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ആകാശിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. എന്തായെന്ന് അറിയില്ല, നമുക്ക് കുറേ പതുക്കെ തന്നെയല്ല. നമ്മളതേ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. റൈറ്റ് സൈഡിലുള്ള പോലീസ് സ്റ്റേഷൻ അതേ കിടക്കുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനുവേ തിരക്കായി തുടങ്ങിയപ്പം. അപ്പം അതാണ് പോലീസ് സ്റ്റേഷൻ. പോയിട്ട് എന്നാ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്? പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇതുവരെ അവരാരും വന്നിട്ടില്ല, പരാതിയൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു ആ ഓഫീസർ പറഞ്ഞു.
പിന്നെ അവൻ അവിടെ തന്നെ ഇരിക്കലായിരുന്നു ആകാശ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും അവിടെ കൊടുത്തിട്ട് ആൾ വെളിയിൽ വന്ന് കുളിക്കോ നനയ്ക്കോ അല്ലെ ആഹാരം കഴിക്കാനൊന്നും കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ബാക്കി അവരോട് വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വണ്ടിയുടെ കാര്യം, വണ്ടി എപ്പം റിലീസ് ആകും, കേസ് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറയത്തുള്ളൂ. പിന്നെ ഓഫീസർക്കും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അറിയത്തില്ല. എന്ന് വെച്ചാൽ അവരാരും വരാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും കറക്റ്റ് അറിയത്തില്ല. എന്നോട് പറഞ്ഞു 9 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന്. പിന്നെ ഒരു അപകടം ഉണ്ടായ സാധാരണ എന്താണെന്ന് ചോദിച്ചാൽ നല്ല പരിക്കൊക്കെ ഉണ്ടെങ്കിൽ കേസ് എടുത്തേ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2-3 ദിവസം 3-4 ദിവസമൊക്കെ എടുക്കും. ഓരോന്നിൻ്റെ അതായത് ഓരോ ഇതിൻ്റെയും കാര്യങ്ങൾ അനുസരിച്ച് അപകടത്തിൻ്റെ തീവ്രത അനുസരിച്ച് അതെ അതനുസരിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാം. അപ്പം നമുക്കിവിടെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇതിപ്പോൾ ഈ തൈ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് ഞാൻ ഏകദേശം മഴ പെയ്തുകൊണ്ട് നല്ലതായിരിക്കും ചിലപ്പം. അപ്പം അതിങ്ങനെ പുള്ളിയോട് പറഞ്ഞായിരുന്നു ഓഫീസറോട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇത് ക്രോസ് ചെയ്ത് ആ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകണം. അന്നേരം ഒരു പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ വീണ്ടും ഇവിടെ തിരിച്ചിറക്കി കയറ്റിയൊക്കെ പോകുമ്പോൾ ഇത് വീണ്ടും ഡാമേജ് ആവും. കൂടുതൽ മരത്തൈക്കൊക്കെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. അത് നോക്കിയിട്ട് എന്താ പറയുന്നതിനനുസരിച്ച് നോക്കാം. നമ്മളിവിടെ വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാര്യത്തിന് തീരുമാനമായി. ഇതുവരെ ആരും പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലിരിക്കുന്ന ഈ തൈയൊക്കെ അല്ലേ, മരത്തൈയൊക്കെ അല്ലേ, അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അപ്പോൾ നമ്മൾ എല്ലാം എഴുതി കൊടുത്തു. ഇനിയും എന്തെങ്കിലും കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വണ്ടി ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് ജാമ്യക്കാരെയൊക്കെ കൊടുത്തു, ജാമ്യം എടുക്കാനൊക്കെ. അങ്ങനെ ഇപ്പം വണ്ടി നമുക്ക് കൊണ്ടുപോകാം, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകാശിനെ ഇനിയും കൊണ്ടാൽ നമുക്ക് കൊടുത്താൽ മതി. നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നോളാം, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, നിങ്ങൾ പോയി ലോഡ് ഇറക്കിയിട്ട് വരാൻ പറഞ്ഞു. അത് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റായി, കുഴപ്പമില്ല. എനിക്കൊന്ന് അവർക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടായതുകൊണ്ട് അവർ പരാതി കൊടുക്കാത്തതായിരിക്കും. എന്നാലും അവർ ഹോസ്പിറ്റലാണ്, വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്ന ഇവരും പറഞ്ഞു. ഇവർക്കും കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിനാണ് പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവരെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അതുകൊണ്ട് ബാക്കി ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനും ഉറക്കമായിരുന്നോണ്ട് എനിക്കറിയത്തില്ല. ഞാനും ഉറക്കമായിരുന്നു, ഞാനും ഒന്നും അറിഞ്ഞില്ല. അപ്പം എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് അങ്ങനെ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ നമ്മൾ ഒക്കെ വണ്ടി എടുത്തങ്ങ് പോവാം. നമുക്ക് ഇതും കൊണ്ട് പറയാവാ. അവർ വരട്ടെ, തിരിച്ചോണ്ട് വരട്ടെ. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങിയോ? സൂര്യ ഉറങ്ങിയില്ല, ബാക്കി എല്ലാവരും ഉറങ്ങി. അതെ, അവർ തിരിച്ചോണ്ട് വന്നു. നമുക്ക് പോയേക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതെ അതെ. നമ്മൾ 24 മണിക്കൂർ, ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, വരാനുള്ള വഴി തന്നെയല്ലോ. അതെ. അപ്പം നമ്മൾ ഇവിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഇതുപോലെ പതുക്കെ പോയ സ്ഥലത്താണ്. അപ്പം ബൈക്കുകാർ സൈഡിൽ കൂടെ വന്ന് മറിഞ്ഞു വീണതായിരിക്കാം. നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലാണ് വീണത്. കണ്ടില്ലേ, ഇത്ര പതുക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേപോലെ പതുക്കെ കൊണ്ടിരുന്നതാണ്. ഇന്നലെ പിന്നെ ഇതിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു, വണ്ടികളുണ്ടായിരുന്നു മുന്നിലും പുറയിലും എല്ലാം. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മൊത്തം ബ്ലോക്കാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് വണ്ടികളില്ല. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെങ്കിലും 2-3 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കേണ്ടതാണ്. നടന്നു പോകുന്ന സ്പീഡിലേ ഇല്ല വണ്ടി പോകുള്ളൂ. എത്ര വർഷമായെന്നത് റോഡ് പണി ഇങ്ങനെ തുടങ്ങിയിട്ടേ ഇതുവരെ തീർന്നിട്ടില്ല. ശരിക്കും അവിടെ അത്രയും ദൂരം കുറേ വഴി മോശമായിട്ട് ഒറ്റ ലൈനേ ഉള്ളൂ. പക്ഷേ ബ്ലോക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കാണ്. വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ വണ്ടികൾ. ഭാഗ്യത്തിന് ബ്ലോക്ക് ഇല്ലാതെ ഇങ്ങനെ വരാൻ പറ്റി. ബ്ലോക്ക് ഇനിയും ബ്ലോക്കുള്ള സ്ഥലം ഇനിയും കാണും. അല്ല, അവിടെ ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇനി നമ്മുടെ ലൈനിലേക്ക് അങ്ങോട്ട് അധികം വണ്ടികളില്ല. അല്ല, ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോ അവിടെ ബ്ലോക്ക് ആയിരുന്നു. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അല്ലേ. ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടുള്ള അനുഭവം അല്ലേ? അതെ, ഒരു അപകടം. അപ്പം ഇതിപ്പം വണ്ടി ഇപ്പം ഞാൻ പറയട്ടെ, ഇങ്ങനെ പോകുമ്പം സൈഡില് ആരെങ്കിലും ഉരുണ്ട് വീണാലും മതി. അപ്പം അവിടെ ഈ പറഞ്ഞ നാട്ടുകാർ പറയാം നമ്മുടെ വണ്ടി തട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡ്രൈവർക്ക് അടി കൊടുക്കും. അതെ, അങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, അവരോട് ഇന്നലത്തെ അവസ്ഥ അന്നേരത്തെ കറക്റ്റായിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് അവരെ 3 പേരെ കൊണ്ട് ഇരുത്തിട്ട് ചോദിച്ചാലേ പറ്റുള്ളൂ. ആകാശിനെയും രാജേഷിനെയും സച്ചുവിനെ അങ്ങോട്ട് കൂടി. ഡാൽക്കോള 261 കിലോമീറ്റർ, മാൾഡ 135, പെരമ്പൂർ 7 കിലോമീറ്റർ. അപ്പോഴേ എങ്ങനെയാ ഈ സംഭവം നടന്നേ? സംഭവം പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇപ്പൊ കയറി വരുന്ന ഇതില്ല, പാലമ്പണി നടക്കുന്നത്. പാലമ്പണി നടക്കുന്നത് ഫസ്റ്റ് ഇങ്ങനെ വണ്ടി ഇങ്ങോട്ടും ഒലയുന്നുണ്ട്. ഫ്രണ്ടിൽ തിരക്കുണ്ട്.
ഞാൻ കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഈ വണ്ടി ഒന്നും ഇങ്ങനെ ഒലഞ്ഞു, നമ്മുടെ വണ്ടി കുഴിക്കകത്ത് ഇങ്ങനെ കയറി ഇറങ്ങുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ വാലിനറ്റത്ത് ഒരു ബൈക്ക് മറിഞ്ഞു. വാലിനറ്റത്ത് ബൈക്ക് ലെഫ്റ്റ് സൈഡിൽ. ഞാൻ വണ്ടി അപ്പോഴേ ചവിട്ടി നിർത്തി. കാരണം ഞാൻ വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തോട്ടാ വീട്, നമ്മുടെ സൈഡിലേക്ക്, നമ്മുടെ സൈഡിലോട്ടാണ് ചവിട്ടി നിർത്തി കൊടുത്തു. അപ്പൊ ഒരു നീല മറ്റേ ഇവിടുത്തെ യൂണിഫോം ആയിട്ടുള്ള പോലീസുകാരല്ല, അവർ വന്നു, ട്രാഫിക് പോലീസുകാർ വന്നു. കുറെ ആൾക്കാർ കൂടി ഞാൻ രാജേട്ടനോട് പറഞ്ഞു, രാജേട്ട കുറെ ഒരു പണി പാളിയിട്ടുണ്ട്, വണ്ടി മറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടിയെ തൊട്ടിട്ടില്ലെന്ന്. ഇവര് എന്തും ബൈക്കായിരുന്നു, ബൈക്ക് ആൾക്കാരൊന്നും നമ്മൾ കണ്ടില്ല. ബംഗാളി ഭാഷ ആയതുകൊണ്ട് എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ പിന്നെ രാജേട്ടനെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് ചവിട്ടിയപ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് എന്നാന്ന് ചോദിച്ചു. എന്നാന്ന് ചോദിച്ചപ്പോ പറഞ്ഞാല് അല്ല കുഴപ്പമില്ല, ഒരു ബൈക്കാരൻ പുറകെ വീണാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വണ്ടിയിൽ ടച്ച് ആയിട്ടുണ്ടെന്നുള്ളൊരു ചിന്തയില്ല. പുറകെ ഇങ്ങനെ സൈഡ് മിറർ കണ്ടു വീണാന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കുന്നത്. നിർത്താൻ നിമിഷ നേരം കൊണ്ട് ആള് കൂടി, വണ്ടിക്ക് ചുറ്റും ആളെ അതിലെ വരുന്നു, ഇതിലെ ഒരാൾ വലിച്ചു തുറക്കാൻ. ഒന്ന് ഞാൻ ലോക്ക് ചെയ്തിട്ടാ കിടന്നേക്കുന്നത്, ആ സൈഡിൽ വലിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ വരുന്നു, എല്ലാം ആള് കണ്ടവാനം കൂടി. അന്നേരത്തേനും പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചുറ്റിനും ആളാ. ട്രാഫിക് പോലീസുകാരുണ്ട് എങ്കിലും മൊത്തം റോഡ് നിറച്ച ആളാ, മൊത്തം വണ്ടിക്ക് ഒതുക്കാനാ പറയാം. അന്നേരം പോലീസുകാർ പറഞ്ഞ് മുന്നോട്ട്. അപ്പൊ ഇടത്തോട്ട് വഴിയുണ്ട്, അങ്ങോട്ടേക്ക് കയറ്റാനാ പറയുന്നത്. അപ്പൊ അങ്ങോട്ട് കയറ്റില്ല, മുന്നോട്ട് തന്നെ കയറ്റി പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നേരെ തന്നെ വണ്ടി വെച്ചു. റോഡിൽ തന്നെ ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളല്ലോ, ഒരു വണ്ടി നമുക്ക് മാക്സിമം അടുത്ത സൈഡ് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വെള്ളിക്കകത്ത് കയറ്റാതെ നേരെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കാക്കിയിട്ട പോലീസുകാർ വന്നു. അവര് വന്നിട്ട് ഒരാൾ വണ്ടിയെ കയറി എന്ന് പറഞ്ഞു. അവര് വന്നപ്പോഴത്തേനും പോലീസുകാർ വന്ന അന്നേരം പിന്നെ ഞാൻ ഇറങ്ങി. ആൾക്കാർ പോലീസുകാർ അവര് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇറങ്ങി. പോലീസുകാരൻ പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞ് പുള്ളിയുടെ കൂടെ ഈ പുറകോട്ട് പോയി. വേറെ ഒന്നും കണ്ടില്ല, ബൈക്ക് ഇവരെ എടുത്തോണ്ട് പോയി, ആളുമില്ല, ഒന്നുമില്ല. അന്നേരത്തിനും കുറച്ചേരം അവിടെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, ബൈക്കുകാരുടെ അടുത്തൂടെ കയറി വന്ന് വീണാണ്, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റാന്ന് അവര് പറയുന്നുണ്ട്. ഇവര് വന്ന ആള് കൂടിയത് ശരിക്കും പറഞ്ഞാല് നമ്മൾ എടുത്തോണ്ട് പോകുക എന്നുള്ള ഒരു ധാരണയിലാണ് ആള് കൂടിയത്. വണ്ടി നിർത്താതെ പോകുന്നുള്ള ഒരു ധാരണയിലാണ് ആള് കൂടിയത്. നമ്മളിത് പെട്ടെന്ന് ഇത് ആൾ ഇതുപോലെ കൂടി കണ്ടവരും വന്ന് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും പേടിച്ചു പോയി, ഇവനും പേടിച്ചു പോയി. ഡോറ വന്ന് അടിക്കുകയും രണ്ട് സൈഡിലും വന്ന് അടിക്കുകയൊക്കെ ഒന്ന് ഇറങ്ങുന്ന പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവരും പേടിച്ചു. അപ്പൊ ഞാൻ നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകുന്നില്ലാത്തോണ്ട് ലൈറ്റ് അങ്ങ് ഓഫ് ആക്കി, ഫുള്ള് വണ്ടി ഓഫ് ആക്കിയില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിട്ട് ലൈറ്റ് അങ്ങ് ഫുൾ ഓഫ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഈ കാക്കിലുള്ള ഒരു കാക്കി ഷർട്ടിട്ട ഒരു പോലീസുകാർ വണ്ടിക്കാൻ കയറി നമ്മൾ യൂട്ടേൺ സ്റ്റേഷനിലോട്ട് ചെന്നു. സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷന് ഞാൻ ആദ്യം ചെല്ലുന്നത് എന്താ വെച്ചാൽ ഇവിടുന്ന് പോലീസുകാർ ഈ വന്ന പോലീസുകാരെ എന്നെ വരാമെന്ന് പറഞ്ഞ് ജീപ്പേ കയറ്റി. അപ്പം ഒരു പോലീസുകാരൻ ഈ വണ്ടിയിലും കയറി, നമ്മുടെ ലോറിയിലും കയറി. ഈ വണ്ടി കണ്ട് മുന്നോട്ട് പോയിട്ട് അങ്ങനെ യൂട്ടേൺ എടുത്ത് വരിക ചെയ്തത്. അന്നേരം ഞങ്ങൾ ഇതിലെ ഷോർട്ട് കട്ട് കയറി ആദ്യം സ്റ്റേഷനിൽ ചെന്നു. അപ്പം എന്നെ അവിടെ നിർത്തി, അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. അകത്തോട്ട് കയറി നിന്നു. അപ്പം അകത്തോട്ട് കയറി ചെന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു ചെരുപ്പ് ഊരി വെക്കാൻ പറഞ്ഞു. അപ്പൊ വെളി ചെരുപ്പ് ഊരി വെച്ച് അകത്തോട്ട് കയറി, ഷൂ ഊരിയിട്ട് അകത്തോട്ട് കയറി അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോണില്ല, ഫോൺ വണ്ടിയിലായിപ്പോയി, ഞാൻ ഫോൺ എടുക്കാതാ പോയത്, അബദ്ധം പറ്റിപ്പോയി, അങ്ങനെ ഫോൺ എടുക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി, ഫോണില്ലെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, വണ്ടി വരും, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. അപ്പൊ എന്നെ ഇവിടെ ആക്കിയിട്ട് ഈ കൊണ്ടുവന്ന പോലീസുകാരൻ പുറത്തേക്ക് പോയി. വേറെ ഇവർക്കൊന്നും അറിയത്തില്ല, ഞാൻ ആ ഡ്രൈവർ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ആകാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയാലും അങ്ങോട്ട് കയറി വന്നു. അപ്പൊ ഞാൻ കയറി വന്നു, പറഞ്ഞു ഡ്രൈവർ ഇതാണ്, ഞാൻ അല്ല ഓടിച്ച ആൾ ഇതാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെ ആകാശിനെ അവിടെ ആക്കിയിട്ട് എന്നെ പുറത്തോട്ടിറക്കി വിട്ടു. ഈ ഞങ്ങൾ രണ്ടും പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ വണ്ടി വണ്ടിക്കാരനെ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചില്ല. രാജേട്ടൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ പോലീസുകാരൻ വണ്ടി എടുത്തോടെ സേഫ് അല്ല, വണ്ടി മാറ്റാൻ പറഞ്ഞു. രാജേട്ടനെ കാണുന്നുമില്ല, കൊച്ചു കൊണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഞങ്ങൾ വണ്ടി ഇറക്കി വരുമ്പോഴും പുരാ പറഞ്ഞു സാർ നെയ് ആത്മീയ ദേക്കാൻ ഈ ബുലാവോ അമ്മ ഗാംബി നെയ് എന്ന് പറഞ്ഞു, പൂര ലഡായി എന്ന് പറഞ്ഞു. അവര് എല്ലാം പറഞ്ഞപ്പോ ഇല്ല കുഴപ്പമില്ല, പുള്ളിയെ വണ്ടിയെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവസാനം ടോർച്ച് അടിച്ച് കാണിച്ചത്. ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴും രാജേട്ടനെ കാണുന്നില്ല. രാജേട്ടനകത്താന്ന് ഞങ്ങൾ പിന്നെയല്ലേ ഇരുന്നത്. പിന്നെ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ രാജേട്ടനെ തോന്നുന്നു. അപ്പോഴാണ് നമുക്കൊരു ശ്വാസം നേരെ വീണ്. അതിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നാ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. എന്നാ ഇത് അന്നേരെ നിങ്ങളെ വിളിച്ച് പറയണ്ടേ? വിളിച്ചില്ല. ഞാൻ വന്നപ്പോ ഞാൻ വിളിച്ചോ? ഇല്ല, നമ്മളെ മുന്നിലായിരുന്നല്ലേ. ഞാൻ ആകാശം പറയുന്നുണ്ട് നമുക്ക് മുത്തിനെ വിളിച്ചാൽ മുത്താണ് വണ്ടി ഓടിച്ചു, മുത്തിനെ വിളിച്ച് പറഞ്ഞേക്കാം പറഞ്ഞ ഫോൺ എടുക്കുമ്പോ ആകാശം ഇല്ല, അവർ ടെൻഷനാവും, അവരെ വിളിക്കണ്ടേ. ഇപ്പൊ ചെന്നിട്ട് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചാൽ പോയെന്ന് ആകാശ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു.
അപ്പോൾ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഇന്നുമല്ല തന്നെ ബൈക്കുമായിട്ട് എന്തോ തട്ടുവാങ്ങാണ്ട് ചെയ്തു. അവരവിടെ യൂട്ടേൺ എടുത്ത് തിരിച്ചു പോയി. പോലീസ് സ്റ്റേഷനില്ല. എന്നോട് ചോദിക്കുക തിരിക്കണമെന്ന്, യൂട്ടേൺ എടുക്കണം. ഞാൻ പറയും പിന്നെ അവരവിടെ ആണെങ്കിൽ തിരിച്ചിരിക്കണ്ടേ, എടുക്കാൻ ഒരു കട്ടിങ് ഉണ്ട്. ഇല്ല പിന്നെ ബ്ലോക്ക് അല്ലേ, പിന്നെ എപ്പോഴാണ് കട്ടിങ് ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം എന്നോട് എന്തെങ്കിലും ചോദിച്ചു, ഞാൻ പറഞ്ഞു തിരിച്ചോളാൻ പറഞ്ഞു, ഒന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞു, തിരിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നേ. എന്നിട്ട് ഇവനെ അവിടെ കയറ്റി നിർത്തിയിട്ട് പിന്നെ അല്ല അത് കയറ്റി നിർത്തി അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അവിടെ നിൽക്കാൻ പറഞ്ഞു, പറയാൻ ആള് വരട്ടെ, പോയ ആള് വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇനി ഇപ്പൊ ഉടനെ ഒന്നും ആള് വരത്തില്ല, ആള് തീരുമാനം ഉണ്ടാകില്ലെന്ന് മനസ്സിലായി. അപ്പൊ ആകാശിനെ സേഫ് ആയിട്ട് അവിടെ ഇരുത്തി, ഞാൻ സേഫ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടിയിലും പോയിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു വന്ന് നമ്മൾ വണ്ടിയിൽ കിടന്നു. അപ്പൊ പോലീസുകാർ SI പറഞ്ഞാന്നറിയോ, ഈ സ്ഥലമൊന്നും ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നബാധിത മേഖലയാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങാഞ്ഞത് ഏറ്റവും നന്നായെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിയുമ്പം ശരിക്കും ഈ ബൈക്കുകാരുടെ ആളൊന്നും ആയിരിക്കില്ല, ഈ വെളിയിൽ നിൽക്കുന്ന കാണുന്നവരെല്ലാം ഡ്രൈവർക്കിട്ട് അടിക്കാനേ നോക്കുള്ളൂ. ശരിക്കും അതുപോലെയായിരുന്നു. വണ്ടി നിർത്തിയില്ലേ, അതായത് വണ്ടി നിർത്തി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പിന്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുക, ഇപ്പുറത്തെ സ്റ്റെപ്പിന് ഒരാൾ മുകളിൽ കയറി നിൽക്കുക. ഇവര് എന്നിട്ട് ഡോറിന്റെ അടിക്കുക. അപ്പൊ നമ്മളീ തുറന്നു കഴിഞ്ഞാൽ ഒന്നാമത് വണ്ടിക്കകത്ത് ഡാമിക്കുട്ടി വണ്ടിക്കകത്തുണ്ടായിരുന്നു. അതാണ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഞാൻ ഓർത്തമാര് ഗ്ലാസ് അടിച്ച് കുടിക്കുന്നു, അതുപോലെ അടിച്ചായിരുന്നു, ഡോറയിലും എല്ലാം അടിച്ചായിരുന്നു. അപ്പം അതാ പുള്ളി പറഞ്ഞേ, അത് ഒരു ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ ഈ ആക്സിഡന്റ് നടന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല പോലീസ് സ്റ്റേഷൻ. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ അവരും പറഞ്ഞാന്ന് വെച്ചാൽ വഴി ബ്ലോക്കായി. അപ്പം നമ്മുടെ വണ്ടി നിൽക്കുന്നതുകൊണ്ട് വഴി ബ്ലോക്കായി നിൽക്കുകയാണല്ലോ. അപ്പം ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് പുള്ളി ഇപ്പം ആ SI പറഞ്ഞ ഞാൻ നടന്നാ ഇവിടുന്ന് വണ്ടി എടുത്ത് ചെന്നെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നടന്ന അവിടെ അത്രയും ദൂരമേ ഉള്ളൂ. അപ്പൊ അന്നേരം തന്നെ വരാൻ പറ്റി. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നാ വെച്ചാൽ ഈ അപകടം ഉണ്ടാകുമ്പം ശരിക്കും ആ വണ്ടിക്കാരോ ഒന്നും ആയിരിക്കില്ല, വരുന്നവരെല്ലാം ഡ്രൈവർക്കിട്ട് അടിക്കാനാണ് നോക്കുന്നത്. ഞാൻ വേണേ ഇറങ്ങാന്ന് ഓർത്തായിരുന്നു, പക്ഷെ അന്നേരം ഞാനല്ല ഓടിച്ചാൽ അതുകൊണ്ട് വേണേ ഇറങ്ങാം. പക്ഷെ ഞാൻ നോക്കി പോലീസുകാരൊന്നുമില്ല. പിന്നെ ഈ പോലീസുകാർ വന്നു കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അല്ല അത് നല്ല കൊച്ചുകൊണ്ട് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നോണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും പോലീസുകാരനകത്ത് കയറി വണ്ടിക്കകത്ത്. പുള്ളി പറയുന്നുണ്ട് ഇവിടെ ആൾക്കാരെല്ലാം കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, അപ്പം നമുക്ക് സേഫ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ ആകാശ് പോലീസ് കയറുമ്പോൾ ആകാശ് പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ തെറ്റല്ല, നമ്മളൊന്നും ചെയ്തിട്ടല്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് സംസാരിക്കാം, പോലീസ് സ്റ്റേഷൻ അടുത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാന്നുള്ളതാണ് ആദ്യത്തെ സംഭവം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമ്മള് അതേപോലെ തന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും വണ്ടികളെ ഇപ്പൊ എല്ലാവരോടും പറയാറുണ്ട്, നമ്മള് ക്യാബിനകത്തിരിക്കുമ്പോൾ 2 ഡോർ ലോക്ക് ചെയ്തോ ഓടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. കള്ളന്മാർ വന്നാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഡോർ വലിച്ചു തുറക്കാനും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അന്നേരം നമ്മളെന്ന് വെച്ചാൽ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇവർക്ക് പെട്ടെന്ന് ഇതിനകത്ത് കയറി വരാൻ പറ്റില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഈ വണ്ടിയിൽ എപ്പോഴും 2 റൈറ്റ് സൈഡ് ഡോർ ലോക്ക് അല്ലെങ്കിലും ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ലോക്കായിരിക്കും. എന്നുവെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ വെളിയിൽ നിന്ന് ചുമ്മാ നിൽക്കുന്നവർക്കും വലിച്ച് തുറന്ന് കയറി വരാമല്ലോ. അപ്പം അത് നമ്മൾ ഡ്രൈവർമാരോടും പറയാറുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും ഒന്നും അതിനകത്തൊരു ഒരു വില വയ്ക്കാറില്ല. ചിലർ നോക്കാറുമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിക്കകത്തെ ലൈറ്റ് മൊത്തം ഇടാൻ പാടില്ല. ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന പോലെ എല്ലാവരും ഇടും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അത് സംബന്ധിച്ച് കള്ളന്മാരോ അങ്ങനെയുള്ളവർ വന്ന് ഡോറങ്ങ് തുറക്കുമ്പോഴേ ഇപ്പോൾ ഒരാൾ ഉറങ്ങുമായിരിക്കും, ഡ്രൈവർ ചായ പിടിക്കാൻ ഇറങ്ങുക, ഡോറ് തുറക്കുമ്പോഴേ ഇതിനകത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുന്നതും കാണാം, എന്നിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോഴേ വെളിയിൽ നിന്ന് മോഷ്ടാക്കളുണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോഴേ അറിയാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാലും അത് വലിയൊരു ഭാഗ്യം. 2 സൈഡും ഡോറ് ലോക്ക് ചെയ്തേക്കാണ്, അവർ വന്ന് വലിച്ചിട്ടും തുറന്നില്ല. പിന്നെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ളായിരുന്നുകൊണ്ടും പിന്നെ വലിയ പ്രശ്നം. പിന്നെ 12 മണി 11:30 എങ്ങാണ്ടായപ്പോഴേ ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് വലിയ പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ടായതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവർ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. പക്ഷെ ഈ അപകടത്തിൽ പെട്ടയാളെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അതിനുള്ള സമയമില്ല. അതിന് മുമ്പ് പോയി. അവര് ചിലപ്പോ എടുത്ത് വേറെ വണ്ടി അപ്പൊ പോലീസുകാരും കറക്റ്റ് കാര്യം അറിയില്ല എന്താ പറ്റിയെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതൊരു അവിടെ തന്നെ ആയതുകൊണ്ടും കുറച്ചിടയല്ലേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത്രയും വണ്ടി വന്ന് കയറി വരാനുള്ള ഇടയൊന്നും ഇല്ല അതിനകത്ത്. വണ്ടി പതുക്കെ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു, ഉരുട്ടിയാ പോകുന്നത്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ ഇതുവരെ കംപ്ലൈന്റും കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അവർക്ക് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ സൈഡിലേക്ക് പറഞ്ഞു ഭാഗ്യത്തിന് വേറൊന്നും പറ്റാഞ്ഞ് ഇപ്പൊ അവര് ഇവര് വിളിച്ചു ചോദിച്ചപ്പോഴും കൈക്ക് പരിക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കറക്റ്റായിട്ട് ഒന്നും അറിയില്ല. ബനാലിനും വീണപ്പോഴാണെങ്കിലും കൈവിട്ടു ഓടി വന്നായിരിക്കും ചെയ്തേ.
അപ്പോൾ എന്തായാലും അവർ ഇതുവരെ പരാതി കൊടുക്കാൻ വരാത്തതും ആരും വന്നില്ലല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരും വന്നില്ല. പിന്നെ ഇതിങ്ങനെ വഴിയിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ വിഷയമില്ല. അത് തന്നെയല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ വണ്ടിയെല്ലാം ലോഡ് ചെയ്ത് പ്ലാവുന്നത് അത് ഒരു വലിയൊരു ഇതാ ഇവിടെ കിടന്ന് പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് വലിയ പ്രശ്നം വരികയല്ല, ഇതൊക്കെ കുഴപ്പം കാണില്ല. വേറൊരു കാര്യമുണ്ട്, ഫാഷനെ മാനസികമായി വെറുത്തു പോകുന്ന അവസ്ഥ ഇതൊക്കെ. അല്ല ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പം ആ ഓഫീസറായിട്ട് ഞാൻ സംസാരിച്ചും പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നപോലെ ഇത് ഡാമേജ് ആയി പോകുന്ന നമ്മുടെ വണ്ടിയിലെ ലോഡ്. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ വണ്ടി അങ്ങനെ വിടാൻ പറ്റില്ല, ഇത് ഇന്നപോലെ ആൾ ഹോസ്പിറ്റലായതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ വേറെ വണ്ടിയിൽ ക്രോസ് ചെയ്ത് കൊണ്ടുപോകാം, അതിനുള്ള ഒരു സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരൻ നല്ല ഇടപെടലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. പിന്നെ ഇപ്പം അവിടെ ഇരുന്നും ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പിന്നെ ആകാശിന് ജാമ്യം എടുത്തിട്ട് വേണമെങ്കിൽ വെളി ഇപ്പോൾ കുഴപ്പമില്ല, വെളി ഫുഡ് കഴിക്കാനോ കുളിക്കാനോ ഒക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. രാവിലെ ചായയൊക്കെ അവർ മേടിച്ചെന്നോ? രാവിലെ ചായയൊക്കെ ആദ്യമേ മേടിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജേഷേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചായ മേടിപ്പിച്ചു നമ്മളെ കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നുണ്ടോ എന്നല്ല എന്നോട് ചോദിച്ചൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചേച്ചി രാജേഷേട്ടൻ പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തു. പിന്നെ ഉറങ്ങാൻ പറ്റില്ല, ചുമ്മാ അവിടെ ഇരിക്കല്ലേ, അവിടെ ഇരിക്കല്ലേ. വരുന്നതെല്ലാം മറ്റേ ഫാമിലി ഇഷ്യൂ ആയിട്ട് വരുന്ന കേസുമാണ്. അത് ഒന്ന് കാണണ്ട. എത്ര പേരാ വരുന്നത്, എല്ലാം കുടുംബ പ്രശ്നം, എല്ലാം ഒരു 30-35 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ. 30 വയസ്സൊക്കെ ഉള്ളൂ. ഒരു 25-35 ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാർ, 20-35 പറയാം, ആ ഇടയ്ക്ക് പ്രായമുള്ളവരാ വരുന്നതല്ല. അതോ എത്ര ഒരു 10 കേസെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടാകും. 4 വർഷമായിട്ട് പോയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലല്ലോ. അപ്പം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പം സൂര്യക്കാണെങ്കിലും അല്ല സൂര്യക്കാണെങ്കിലും മുത്തനാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി തട്ടുമ്പോ എന്ത് ചെയ്യണം അല്ല എന്നാണെന്നൊക്കെ ഉള്ള ഒരു കാര്യം. സച്ചുവിനും അത് പുതിയൊരു അനുഭവമായിരുന്നു. സച്ചു പറഞ്ഞു ചേട്ടാ കാറും കൊണ്ടൊക്കെ പോയിട്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നെ അവിടെ പെട്ടുപോയി, ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെറിയ കാർ കൊണ്ട് പോവാ, ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പോലും നമ്മൾ പേടിച്ച് നിൽക്കുക. ഇത് ഞാൻ നോക്കിയിട്ട് ഇത്രയും വലിയ വണ്ടി ഇത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടായി നോക്കിയിട്ട് എല്ലാരും വലിയ എല്ലാരും കൂളാണ്, നമ്മളെല്ലാം കൂളായിട്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരം ഇത് തന്നെയല്ലേ, അപ്പൊ അതങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇതിപ്പം ഞാൻ പറയുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ 2-3 കാര്യം. ഇപ്പം നമ്മുടെ തെറ്റാണെങ്കിലും, ഇപ്പം വലിയ വണ്ടിയാണെങ്കിലും ചെറുവണ്ടി ഏത് വണ്ടിയാണെങ്കിലും ആരുടെ തെറ്റാണേലും വലിയ വണ്ടിക്കാരനെ പ്രതിയാക്കിയ കേസ് എടുക്കും. കേസ് എടുക്കേണ്ട കാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കേസ് എടുക്കേണ്ട അല്ലെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഒരു ബൈക്കാരൻ വന്ന ഒരു കാറിലാണെങ്കിലും തെറ്റെങ്കിൽ ബൈക്കാരൻ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യാം, അങ്ങനെ ഇല്ലെങ്കിൽ കേസ് എടുക്കുകയാണെങ്കിലും കാറുകാരനെ കുറ്റപ്പെടുത്തി വരില്ല. ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വന്ന് ഇങ്ങോട്ട് നമുക്ക് അടിച്ചായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയുടെ കാര്യം. അപ്പം ഇതിൽ ഇപ്പം ആൾക്ക് പരിക്ക്, ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ കൈക്ക് എന്തോ ഉള്ളതുകൊണ്ട് വലിയ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആൾ മരിച്ചു പോകില്ല, അത് ഉറപ്പ്. ഈ അങ്ങനെയുള്ളതിന് അതുകൊണ്ടാണ് ഇപ്പം വണ്ടി നമുക്ക് അവരിതുവരെ പൊക്കോ ഇനി എന്തെങ്കിലും ഉണ്ടായി വിളിച്ചോളാന്ന്. എന്നപ്പം ഇവന്റെ ലൈസൻസിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി, വണ്ടിയുടെ എല്ലാ പേപ്പറും എന്റെ എല്ലാം മേടിച്ച് ഫോൺ നമ്പർ എല്ലാം വെച്ചിട്ടാണ് അവർ തന്നേക്കുന്നത്. അപ്പം അത് പിന്നെ ഇവിടെ നമ്മൾ ലോക്കൽ ഒരാളെ കൊണ്ട് പറയുകയും ചെയ്തു, അവരുടെ ഒരു ഗ്യാരണ്ടി. അല്ലാതെ തന്നെ ഇവന്റെ ലൈസൻസ് ഇത് പിന്നെ ലോക്കൽ ആള് വന്നിട്ടാ ജാമ്യം എടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞ കേട്ടിരുന്നു, പോലീസുകാരൻ പറഞ്ഞ കേട്ടിരുന്നു, നിങ്ങൾ ഭയങ്കര കോപ്പറേറ്റീവ് ആണെന്ന് പറഞ്ഞു. നമ്മളെല്ലാ പേപ്പറും കൊടുക്കാനും നമ്മളതിന് തയ്യാറായിട്ടല്ല നിന്ന്. ചിലര് കൊടുക്കത്തില്ലായിരിക്കും. ഇല്ല. പിന്നെ ഇത് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഇപ്പം ഇത് ഇങ്ങനെ ചെറിയ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇനി അതല്ല അപകടം ഉണ്ടായി, നമ്മുടെ തെറ്റല്ല, ആൾക്ക് ഇച്ചിരി സീരിയസ് ആണെന്ന് വെച്ചു. ഇപ്പം തലയ്ക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ അല്ലാതെ ഇച്ചിരി സീരിയസാണ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കൂടുതൽ ആ ഒരു ഇത് കടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളൊരു ഇത് നിൽക്കാമെന്ന് വെച്ചോ. അങ്ങനെയാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡ്രൈവർക്ക് പോലും ജാമ്യം, ഇവിടുന്ന് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടത്തുള്ളൂ. എന്നിട്ട് അതുവരെ നമ്മളവിടെ കിടക്കണം. അത് ചിലപ്പം എത്ര ദിവസമാണോ അത്രയും ദിവസം കിടക്കണം. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻറ്റിമേഷനൊക്കെ വന്നു കഴിയുമ്പം ഈ വണ്ടി ഒരു എണ്ണം അപകടം ഉണ്ടായാൽ അത് വണ്ടി റിലീസ് ചെയ്യുന്ന ആ കാര്യം ഞാൻ പറയുന്നത്. ഇൻറ്റിമേഷനൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടുന്ന് MVDയുടെ ഒക്കെ ഒരു ഇത് തരും. പിന്നെ MVD വന്ന് വണ്ടി ടെസ്റ്റ് ചെയ്ത് അവർ ഒരു ഇത് തരണം. അത് തന്നിട്ട് അത് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പിന്നെ അവിടുത്തെ ലോക്കൽ 2 പേരുടെ ജാമ്യം ഒക്കെ എടുത്താൽ ആദ്യം ഡ്രൈവർക്ക് ജാമ്യം എടുക്കണം. അത് കഴിഞ്ഞ് വണ്ടി ചില കേസുകളിൽ കോടതിയിൽ നിന്ന് വേണം വണ്ടിക്ക് ജാമ്യം എടുക്കാൻ. അങ്ങനെയുണ്ട്. ഇനി ആൾ മരിച്ചു പോയെന്ന് വെച്ചു, മരിച്ചു പോയാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോടതിയിൽ നിന്ന് തന്നെ വേണം ജാമ്യം എടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് കോടതിയിൽ നിന്ന് വണ്ടി ജാമ്യത്തിലെടുക്കണം. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ കിടക്കണം.
അപ്പം ചെറിയതായിട്ടൊരു ബൈക്കാരൻ വന്നും തട്ടി ഉരുണ്ട് വീണാലും മതി, ഈ പറഞ്ഞ പോലെ തന്നെ. അത് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു ആളെ വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെ എത്തി അല്ലെ എപ്പോൾ എത്തും എന്ന് ചോദിച്ചാൽ നമ്മളൊരു സമയം പറയാറില്ല. ഇന്ന സമയം നമുക്ക് അത് പറയാനും പാടില്ല, എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ ഇതുവെല്ലാം പ്രതീക്ഷിച്ച് വന്നാണോ? ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ചോറുണ്ട് എടുത്ത വണ്ടി. ആ ഒറ്റ സെക്കൻഡ്. അപ്പം ഇതിനെ ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇതൊരു അനുഭവം എന്താണെന്നറിയോ, ഞാൻ ഞങ്ങൾ രണ്ടുപേരും മറ്റേ വണ്ടി അളിയന് വണ്ടിയുള്ളപ്പോഴും 40-36 40-60 നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ എന്തോ ഒരാവശ്യത്തിന് അവിടെ ചെല്ലണം. ആ സമയം വെച്ചിട്ട് ഞാനും ഇവനുമാണ്, ഞങ്ങൾ മുന്നേ പോകുന്നു, തൊട്ട് കുറേ അളിയനും വരിക. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വരിക, അങ്ങനെ വന്ന് ഞങ്ങളങ്ങ് പോയി. ഇവരുടെ വണ്ടി എല്ലാപ്പോഴും വന്നപ്പം പോലീസുകാർ കൈ കാണിച്ചു. അപ്പോൾ അവർ പറയുന്ന പുറയിൽ ഒരു ബൈക്കിൻ്റെ ഈ വണ്ടി തട്ടിയിട്ട് പോന്നു എന്നാണ് പറയുന്നത്. അന്ന് 2003-04 നിർത്താതെ പോന്നു, തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടി തട്ടിയിട്ടില്ല. അപ്പോൾ ഈ തുറന്ന് നോക്കുമ്പം ബമ്പറല്ലേ ഇടത് സൈഡിൽ വെള്ള പെയിൻ്റാണ് ബമ്പറ്, ശകലം പെയിൻറ്റ് പോയിരിപ്പുണ്ട്. ആ പെയിൻറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ വിട്ടേനെ. വണ്ടി തട്ടിയിട്ടില്ല, അത് നേരത്തെ എവിടെ ഉറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു പെയിൻറ്റ് വേണം. അവർ പറഞ്ഞു വണ്ടി സ്റ്റേഷൻ ഇട്ടോളാൻ. എല്ലാപ്പൂരിൽ നിന്ന് ഇവർ പോയി കൽഗഡ്കിയിലാണ് ഈ സംഭവം പോലീസുകാർ കൈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാപ്പൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞാന്നാണ് പറയുന്നത്. എല്ലാപ്പൂരും വെച്ച് ആർക്കിട്ട് വണ്ടി തട്ടി എന്നാണ് പറയുന്നത്. ബൈക്കാരൻ തട്ടി മറിഞ്ഞു വീണു, വണ്ടി നിർത്താതെ പോയി. അവിടെ കിടന്നിട്ട് ആ വണ്ടി 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. ഞങ്ങളെന്തോ ഒരു ആവശ്യം പോകാൻ വേണ്ടി ധൃതി വെച്ച് നമുക്ക് ഇന്ന സമയത്ത് ചെല്ലണമെന്നും പറഞ്ഞ് പോവാ. അന്നേരം സംഭവിച്ചില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും ഒരു സമയം അങ്ങനെ നമ്മൾ കണക്കൂട്ടാനോ ഇനി വിളിക്കുമ്പോൾ ഇന്ന സമയത്ത് എത്താമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു നമ്മൾ ലോറിയിൽ നിന്നല്ല, ഏത് വണ്ടിയാണേലും, റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകണോ, ഏത് വണ്ടിയാണേലും നമ്മൾ എന്നാ ശ്രദ്ധിച്ച് പോയാലും. ഇപ്പം ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ പറയാം, നമ്മൾ ഈ സംഭവം നമ്മുടെ ഉണ്ടാകുമ്പോൾ 3 ബൈക്ക് ആക്സിഡൻ്റ് അവിടെ നടന്നത്. ഓഫീസർ പറഞ്ഞു 3 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളെങ്ങാണ്ട് മരിച്ചും പോയിട്ടുണ്ട്. അങ്ങനെ 3 കേസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കേസുകളാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇത് വണ്ടിപ്പണിയിൽ ഇതാ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് ഇത് പിന്നെ എപ്പോഴും ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് വണ്ടി ഇടിച്ച് 1-2 പേര് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. 2 ബൈക്ക് ഇതുപോലെ അത് നേരെ വന്ന് ഇതുപോലെയൊക്കെ ഇടിച്ച 2 പേര്. ഒന്ന് കർണാടക വെച്ചും ഒന്ന് കേരളത്തിൽ വെച്ചും. കേരളത്തിൽ വെച്ച് ഈ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ സൈഡ് വെച്ച് 3 വർഷം മുന്നേ നേരെ ബൈക്കിലൊരു പയ്യൻ വന്ന് നേരെ വണ്ടിയിലോട്ട് ഇടിച്ച് കയറി മരിച്ചു. അങ്ങനെ 2. അല്ലാതെ ഇത്രയും വർഷത്തിനിടയ്ക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ഓരോ ട്രിപ്പ് നമ്മള് വീട്ടിൽ നിന്ന് പോരുമ്പോ പ്രാർത്ഥിച്ചിട്ട് പോരും. എന്നുവെച്ചാൽ നമ്മുടെ വണ്ടി തട്ടി ആർക്കും ഒരു അപകടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു വണ്ടി തട്ടി നമുക്കും ഒരു അപകടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓടിക്കുന്ന ആൾക്കാരും ഇതിൻ്റെ വരാഴിക ചിന്തിക്കാതെ ഓടിക്കുന്നത്. അത് നമ്മൾ ബൈക്കിൽ പോകുന്നവരെ നോക്കിയാൽ മനസ്സിലാവും. ഒരു മണൽത്തിരി പോലെ ബൈക്കിൽ പോകുന്നതിന് ഒന്ന് തന്നെയാൽ പോലെ സ്ലിപ്പായപ്പോൾ. പക്ഷെ അത്ര ഒന്നും ആരും ചിന്തിക്കുന്നില്ല. അതാണ് അതൊരു പ്രായത്തിന്റെ സമയത്ത് ഇങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിലില്ലേ, പണ്ട് നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന് നമ്മൾ പോയ സ്പീഡിനെ കുറിച്ച് നമുക്ക് പേടിയാവും. അതുപോലെ തന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് പ്രായമല്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടായാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും അറിയാൻ വയ്യാഞ്ഞിട്ടുമല്ല ചില സമയം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ. ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളാമെന്നാണ് പറഞ്ഞേ. അവർ പരാതി എന്തെങ്കിലും വരികയാണെങ്കിൽ വീണ്ടും കേസ് എടുക്കേണ്ടി വരും. ഇനി വന്നെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് സാധ്യതയില്ല. ഞാൻ നോക്കിയിട്ട് ഇതുവരെ അവർ ആരും വന്നില്ല. എന്നിട്ട് ഈ ഉച്ചയ്ക്ക് ഓഫീസറായിട്ട് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഉച്ചയായപ്പം അവർ ഇവരെ വിളിച്ചു. ഈ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഫോൺ നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നപോലെ ഇവിടെ കൽക്കട്ടയിലാണ് ഹോസ്പിറ്റലിലാണ്, ഇവിടെ ഹോസ്പിറ്റലിൽ എന്നിട്ട് അവിടെ പറ്റില്ല, അതിന് അങ്ങോട്ട് കൽക്കട്ടയിലേക്ക് പോയി അവിടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഇതുപോലെ വണ്ടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കംപ്ലയിൻറ്റ് ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് ഇന്നപോലെ കേസെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ അതിനെക്കുറിച്ച് പിന്നെ എന്താ പറഞ്ഞു, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഈ രാത്രി 12 മണി വരെ നോക്കിയിട്ടും ആരും വന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടിറക്കിയിട്ട് വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇത് മാറ്റി കയറ്റാനോ അങ്ങനെ എന്തെങ്കിലും പറ്റുള്ളൂ. കുറേ ദിവസങ്ങൾ, ഒരാഴ്ച പോക്കാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാലും. ഏക്കാലും കുഴപ്പമില്ലാതെ. പിന്നെ നമ്മൾ എന്നെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, പോലീസുകാരനും പറഞ്ഞു നിങ്ങളുടെ കുഴപ്പമില്ല, അവിടെ ഉള്ള കാണേണ്ടവർക്കും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കുഴപ്പമില്ല. വീണത് നമ്മുടെ ബാക്കിലെ ടയർ ഡമ്മിയുടെ ചോട്ടിലാണ്, അത്ര പുറയിലാണ്. എപ്പോഴും നമ്മൾ പുറകോട്ട് ശ്രദ്ധിച്ചു അല്ല വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതും അത്ര സ്ലോവിൽ പോകുമ്പോൾ കയറി പോകാന്ന് പറഞ്ഞാൽ എന്നാ സ്പീഡുണ്ട്, 10 കിലോമീറ്റർ സ്പീഡ് പോലും ഇല്ല. നമ്മളിപ്പോൾ വന്ന പോലെ നടന്നു പോകുന്ന പോലെ ഉള്ള ഒരു സ്പീഡാണ്. അതുപോലെ ബ്ലോക്കും ആയിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ടാക്കിയാലും കുഴപ്പമില്ല. അതുമല്ല, വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ ഗ്ലാസ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ്
സൈഡിൽ കൂടെ കയറാവുന്നു. ലൈലാൻഡ് വണ്ടിയുടെ ഒക്കെ ഡോറ് തുറക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഉറപ്പാ ഒരു മൂക്ക് വരുത്തിയത്. അതെന്നാന്ന് വെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ കെട്ടുപൊടിയല്ലേ. ഇതിപ്പോൾ കമ്പനി ക്യാബിനായതുകൊണ്ട് ഗ്ലാസും പൊക്കി ഇട്ട് ലോക്ക് ചെയ്താൽ ഓക്കെ. മറ്റേതിനും ഉണ്ട്, പക്ഷേ ഷട്ടർ ഇടുന്നതിലും കയറും. അതൊരു ശരിയാണ്. പിന്നെ വേറൊരു വ്യത്യാസമുണ്ട്. വേറെ ഇച്ചിരി പൊക്കത്തിലല്ലേ, ഹൈറ്റില്ല. മറ്റേതും പൊക്കമൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും കാര്യമില്ല. തല്ലിപ്പൊട്ടിക്കാനാണ് എന്നെ തല്ലിപ്പൊട്ടിക്കുന്നത്. വരുന്ന ആൾക്കാരുടെ അനുസരിച്ച് ഉണ്ടാവും. ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചിട്ട് ഇപ്പം നമ്മളെ എറണാകുളത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പം അങ്ങനെ ഇത് എവിടെ എന്ത് സംഭവിച്ചാലും ഡ്രൈവർമാരൊക്കെ അടി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഉണ്ടോ? അത് ഇപ്പം നമ്മൾ എത്ര അപകടങ്ങൾ വഴി കണ്ടു. എന്തേരെ അപകടങ്ങൾ. എന്ത് സംഭവിച്ചാലും വരുന്നതിന്റെ ബാക്കി നോക്കുക, അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. മുന്നേ ചേട്ടാ കർണാടക കയറി ചെരുപ്പ് തേഞ്ഞ് പുതിയ ഒരെണ്ണം മേടിച്ചിട്ടോ അത് പറഞ്ഞിട്ടല്ലേ അതെ, അതാ പറഞ്ഞു. ഈ കാറിലൊക്കെ ആണെങ്കിലും വണ്ടി തട്ടുമ്പോൾ എല്ലാവർക്കും മര്യാദ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് നമുക്ക് അവരുടെ നഷ്ടം എന്തെങ്കിലും കൊടുത്ത് ആശുപത്രി ചിലവ് ഒഴിവാക്കി വിടാം. പക്ഷെ വലിയ കേസാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേസ് എടുക്കുക എന്നുള്ള മാർഗ്ഗമുള്ളൂ, വേറെ ഒന്നുമില്ല. അത് തന്നെയല്ല, അവർക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യുമല്ലോ. കൂടുതൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞു, ഇത്ര പൈസ കൂടെ സെറ്റിൽ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആശുപത്രി കാശ് മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആശുപത്രി പൈസ ഒരു 8 ലക്ഷം 9 ലക്ഷം എന്ത് ചെയ്യും, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ കൂടുതലും വരുന്നുണ്ടാവുമല്ലോ. പക്ഷെ അവർക്കും നല്ലതാ. എന്നാന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കുറെ പൈസ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകുന്നവരാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റുമല്ലോ. ഇത്രയൊന്നും ഒരിക്കലും ഒരു വണ്ടിക്കാരന് കൊടുത്ത് അവരുടെ നഷ്ടം നികത്താൻ പറ്റിയല്ലോ ഒരിക്കലും. അങ്ങനെയുള്ള സമയത്ത് കേസെടുക്കാനേ മാർഗമുള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം ഡ്രൈവർ എല്ലാ അവധിക്കും പോകണം. എല്ലാ അവധിക്കും പോയില്ലേലും ഈ വിളിക്കുമ്പോഴെല്ലാം 3 കേസ് വിളിക്കുമ്പോൾ ഒരെണ്ണത്തിന് പോകണം. 3 പ്രാവശ്യം വിളിക്കുമ്പോൾ 1 പ്രാവശ്യമെങ്കിലും പോകണം. പിന്നെ വക്കീലിന് കൊടുക്കേണ്ട പൈസ, അങ്ങനെയുള്ള ചിലവെല്ലാം ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് പോകും. അതാണ് കുറേ കാര്യം. പിന്നെന്താ വെച്ചാൽ സ്ഥിരം നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ വണ്ടിയുടെ ഓണർ കുറച്ചൊക്കെ സഹിക്കും. ഡ്രൈവറെ കുഴപ്പമില്ലായിരിക്കുമല്ലോ. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം കുറച്ചാൾ നിന്നു, അപകടം പറ്റി, വേറെ ഏതെങ്കിലും വണ്ടിയെ പോയി, പിന്നെ ആ ഓണർ നോക്കുകയല്ലോ. ഓണർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, ഡ്രൈവറാണല്ലോ ഇതിന് കേസിന് പോവുകയും പിന്നെ കേസിന് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈവറാണല്ലോ അനുഭവിക്കേണ്ടത്, വേറെ ആരുമല്ലോ. പിന്നെ ചില കേസുകളൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിന് ഒരു ഫൈൻ അടച്ചാലൊക്കെ തീരുവുള്ളൂ. അത് പക്ഷെ കുറെ കാലം ഇങ്ങനെ എവിടെയാണോ അവിടെ ചെല്ലണം, എവിടെ വെച്ചുണ്ടാകുന്നോ അവിടെ ചെല്ലണം. അതാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കേസ് വരികയാണ് എന്തായാലും നോക്കാം. കേസ് വരികയും വേണമെന്നുണ്ടെങ്കിൽ കേസ് എടുക്കാം. അന്നേരം കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോഴാണല്ലോ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അന്നേരം വണ്ടി വരണം. ഇനി കേസ് എടുക്കണം, തിരിച്ച് വണ്ടി ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയർ എല്ലാം എടുക്കണം, ചെയ്യണം. അങ്ങനെ തന്നെ പറ്റൂ. ഇതന്നെ ബ്ലോക്കായോ? ഇത്രയും നേരം വണ്ടി പോകുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അങ്ങ് വണ്ടികൾ കാണുന്നുമില്ല, ഇത്ര ഇടയിലേ കാണുന്നുള്ളൂ. ഇങ്ങോട്ട് ബ്ലോക്ക് ഇല്ലെന്ന് തോന്നുന്നു. അവിടെ വരെ ഉള്ളു. അവിടെ എന്താ ആയിരിക്കും, അവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. എന്നാ സംഭവം എന്നറിയില്ല. എനിക്ക് തോന്നാൻ ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. അവിടെ വല്ല വണ്ടികളും തട്ടിയതാണോ എന്ന് ചെറിയ സംശയമുണ്ട്. ആ ലൈനെ ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കുക. അവിടെ നിന്ന് വണ്ടി വന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. എന്നായിരുന്നു അറിയാം, ഈ വണ്ടിക്ക് എന്താ പറ്റി, ഈ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിരുന്നതേ. ക്രൈം വന്ന് വലിച്ചു മാറ്റിയതാ, അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് വന്നത്. ഹൂഗ്ലി നദിയാ ഇത്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണത്തില്ല. അതാ വലിയ പാലം കണ്ടേ, എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. നല്ല വീതിയുണ്ട് ഇവിടെ നദിക്ക്. അതെ അതെ. വീണ്ടും നമ്മൾ ഹൂഗ്ലി നദി ക്രോസ് ചെയ്തു. പുറയിലൊരു ലൈറ്റും ഇല്ല, ഒരു റിഫ്ലക്ടർ പോലും ഇല്ല. ഇതൊക്കെ ഭയങ്കര അപകടമാണ്. കൊയ്ത്തന്ത്രവാ ബരംബോർ ഫറാക്ക സെക്ഷൻ ഓഫ് NH-12. ഇപ്പൊ രാജേഷും സച്ചും ആകാശും കൂടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. 66-ൽ. അതെ, 66. നമുക്ക് അതൊക്കെ പുറകെ അങ്ങ് പോവാം. ഇപ്പൊ ഉറക്കം വരുന്നവരൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കോ. സൂര്യക്ക് ഉറക്കം വരാൻ തുടങ്ങി, കിടന്ന് ഉറങ്ങിക്കോ. ഇപ്പൊ എനിക്ക് ഉറക്കം വരുമ്പോ മുത്തിനെ ഞാൻ വിളിച്ചേൽപ്പിക്കാം. ചേട്ടായി കിടക്കണേ, ചേട്ടായി കിടന്നോ? ഞാനും കിടന്നേക്കാം. അപ്പൊ നമ്മുടെ ഫറാക്ക ബാരേജിലേക്ക് ഇനി ഒരു 80 കിലോമീറ്റർ ദൂരം കൂടെ ഉണ്ട്. അവിടെ ബ്ലോക്ക് ഉണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.